ലോക റെക്കോർഡുമായി പുതിയ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ സ്വന്തം ഹൈഡ്രജൻ ട്രെയിനായ നമോ ഗ്രീൻ ട്രാക്കിൽ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിൽ സർവീസ് നടത്തുന്ന നമോ ഗ്രീൻ റെയിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബ്രോഡ്ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെയാണ് ട്രാക്കിൽ ഇറങ്ങിയിരിക്കുന്നത്. ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യയിൽ പുതുമുന്നേറ്റം കുറിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിദേശ രാജ്യങ്ങളുടെ സഹായമോ സാങ്കേതിക വിദ്യയോ വാങ്ങാതെ ഇന്ത്യൻ റെയിൽവേ സ്വന്തം നിലയിൽ വികസിപ്പിച്ച ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വികസിപ്പിച്ച ട്രെയിൻ റിസർച്ച്, ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ പരീക്ഷണങ്ങൾക്കു ശേഷമാണ് അനുമതി ലഭിച്ചത്. സാധാരണ ഇലക്ട്രിക് ട്രെയിനുകൾ പോലെ ഓവർഹെഡ് വൈദ്യുതി ലൈനുകളെ ആശ്രയിക്കുന്നതല്ല ഇന്ത്യയുടെ ട്രെയിൻ. ഉയർന്ന മർദ്ദത്തിൽ സംഭരിച്ച ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും ഫ്യൂവൽ സെല്ലിൽ സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിനിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി പുറത്തുവരുന്നത് ദോഷകരമായ പുകയല്ല, വെറും നീരാവി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും മലിനീകരണമല്ലാത്ത ഹരിത ഗതാഗത മാർഗമായി കണക്കാക്കപ്പെടുന്നു. 10 കോച്ചുകളുള്ള ട്രെയിനിൽ 682 പേർക്ക് ഇരുന്നും ആകെ 2600 പേർക്ക് യാത്ര ചെയ്യാനുമാകും. 2400 കിലോവാട്ട് ശേഷിയുള്ള എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാമെങ്കിലും സർവീസ് വേഗം 75 കിലോമീറ്റർ ആയിരിക്കും. പ്രതിദിനം ഏകദേശം 300 കിലോഗ്രാം ഹൈഡ്രജൻ ഉപയോഗിച്ച് 356 കിലോമീറ്റർ സർവീസ് നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ജിന്ദ് സോനിപത്ത് 89 കിലോമീറ്റർ റൂട്ടിൽ ദിവസവും 2 റൗണ്ട് ട്രിപ്പുകളാണ് സർവീസ്. 12 സ്റ്റേഷനുകളിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനിന്റെ ടിക്കറ്റ് നിരക്ക് 15 മുതൽ 45 രൂപ വരെയാണ്. ഹൈഡ്രജൻ ഉയർന്ന മർദ്ദത്തിൽ സംഭരിക്കേണ്ടതിനാൽ സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജിന്ദിൽ 3000 കിലോഗ്രാം ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യൂവലിംഗ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. ഹൈഡ്രജൻ ലീക്ക് ഡിറ്റക്ടറുകൾ, ഫ്ലെയിം സെൻസറുകൾ, ചില്ലർ പ്ലാന്റ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഹൈഡ്രജൻ ട്രെയിനുകൾ ഇലക്ട്രിക് ട്രെയിനുകൾക്ക് പകരമല്ലെന്നാണ് റെയിൽവേയുടെ നിലപാട്. വൈദ്യുതീകരണം പ്രായോഗികമല്ലാത്ത പൈതൃക പാതകൾ, മലയോര മേഖലകൾ, വിദൂര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഡീസൽ എഞ്ചിനുകൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദ പരിഹാരമായാണ് ഇവ ഉപയോഗപ്പെടുത്തുക. 2030 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയിലും ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നിലവിൽ ജിന്ദ് സോനിപത്ത് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് വിജയകരമായാൽ റൂട്ടുകളിലേക്ക് ഈ പദ്ധതി വ്യാപിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത്. സ്വന്തം സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ട്രെയിൻ ഇന്ത്യയുടെ ഹരിത നാഴിക തന്നെയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.